അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി. 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും ശക്തമായ മാറ്റങ്ങൾക്കും ചലനങ്ങൾക്കും ആധാരമായി തീർന്ന ഈ സാങ്കേതിക വിദ്യ നമ്മുടെ സമൂഹത്തിൽ ഏറെയധികം സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. നിർമ്മിത ബുദ്ധി എന്നത് മനുഷ്യബുദ്ധിയുടെ പ്രവർത്തനങ്ങൾ യന്ത്രങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് പഠനം, തീരുമാനമെടുക്കൽ, ഭാഷ സംവാദം, പ്രശ്നപരിഹാരം തുടങ്ങി മനുഷ്യർ ചെയ്യുന്ന ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ യന്ത്രങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലാകുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇന്ന് ഗൂഗിൾ, സിരി, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ടെസ്ല പോലുള്ളതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കടന്നു വരുന്നു. ഏറ്റവും വലിയ സ്വാധീനം തൊഴിൽ മേഖലയിലാണ്. പല പരമ്പരാഗത ജോലികളും പ്രത്യേകിച്ച് ആവർത്തന പ്രകൃതിയുള്ളവ യന്ത്രങ്ങൾ ഏറ്റെടുക്കും. അതിനാൽ പല ജോലികളും ഇല്ലാതാവുമെന്ന ആശങ്ക ശക്തമാണ്. അതേസമയം പുതിയ സാങ്കേതിക മേഖലകളിൽ പുതിയ തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. ഉദാഹരണത്തിന് ഡാറ്റ സയന്റിസ്റ്റ്, AI ട്രെയിനിങ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ തുടങ്ങിയ ജോലികളിൽ വളരെയധികം അവസരങ്ങൾ വരുന്നു. നിർമ്മിത ബുദ്ധി സമ്പദ് വ്യവസ്ഥയിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു. കമ്പനികൾക്ക് കൂടുതൽ ലാഭം നേടാനും ചെലവ് കുറയ്ക്കാനും AI സഹായിക്കുന്നു. അതേസമയം ടെക്നോളജി ലഭ്യതയിൽ വ്യത്യാസം വർദ്ധിക്കുമ്പോൾ സാമൂഹിക കൂടാനുള്ള സാധ്യതയുണ്ട്. എയുടെ സഹായത്തോടെ രോഗനിർണയം, ചികിത്സ, രോഗപ്രതിരോധം തുടങ്ങിയ ആരോഗ്യരംഗം വിപ്ലവകരമായി മാറുന്നു. ഡോക്ടർമാർക്ക് രോഗനിർണയത്തിൽ കൂടുതൽ വേഗതയും കൃത്യതയും നേടാൻ കഴിയുന്നു. പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. രോഗികളുടെ വിവരങ്ങൾ വിശകലനം ചെയ്ത് വ്യക്തിഗത ചികിത്സാ പദ്ധതികൾ തയ്യാറാക്കാൻ AI സഹായിക്കുന്നു. അധിഷ്ഠിത ഓൺലൈൻ പഠന സംവിധാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വ്യക്തിഗത പഠനാനുഭവം നൽകുന്നു. ഓരോ വിദ്യാർത്ഥികളുടെ കഴിവുകളനുസരിച്ച് പഠന സാമഗ്രികൾ ഒരുക്കാൻ AI ഉപയോഗിക്കുന്നു. സിനിമ, സംഗീതം, സാഹിത്യം തുടങ്ങിയ സൃഷ്ടിപരമായ മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുന്നു. സിനിമയിൽ പ്രത്യേക എഫക്റ്റുകൾ, പുതിയ കഥാപാത്രങ്ങൾ, കഥകൾ തുടങ്ങിയവ AI ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ വളർച്ചയോടൊപ്പം സ്വകാര്യത, സുരക്ഷ, നീതിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ കൂടുതൽ പ്രസക്തമാകുന്നു. നമ്മൾ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന്റെ ദുരുപയോഗ സാധ്യതകൾ ഉയരുന്നു. നാം സ്വയം ഓർത്ത കാര്യങ്ങൾ അപകടം സംഭവിക്കുമ്പോൾ ഉത്തരവാദിത്വം ആരുടേതെന്നുള്ള നിയമപരമായ ചോദ്യങ്ങൾ ഉയരുന്നു. വ്യാപകമായ ഉപയോഗം മനുഷ്യർ തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധങ്ങൾ കുറയ്ക്കും എന്ന ആശങ്കയുണ്ട്. ഓൺലൈൻ ചാറ്റ്ബോട്ടുകൾ, വെർച്വൽ അസിസ്റ്റന്റുകൾ തുടങ്ങിയ മനുഷ്യബന്ധങ്ങൾക്ക് പകരം വരുമ്പോൾ മാനസികാരോഗ്യത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ദോഷമുണ്ടാകാമെന്ന ആശങ്കകളുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. അതിന്റെ നല്ല വശങ്ങൾ പ്രയോജനപ്പെടുത്താനും അതിന്റെ ദോഷങ്ങൾ നിയന്ത്രിക്കാനും നാം തയ്യാറാകണം. പുതിയ തൊഴിൽ സാധ്യതകൾക്കായി യുവതലമുറയെ പരിശീലിപ്പിക്കണം. വിവര സ്വകാര്യത, സുരക്ഷ, നീതിശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ ശക്തമായ നയങ്ങൾ രൂപപ്പെടുത്തണം. മനുഷ്യന്റെ സഹായമായി മാറുമ്പോൾ മാനസിക മൂല്യങ്ങൾ, സാമൂഹിക ഉത്തരവാദിത്തം, നീതിശാസ്ത്രം എന്നിവ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യന്റെ ഉന്നമനത്തിനായിരിക്കണം, മനുഷ്യനെ പിന്തള്ളുന്നതിനല്ല. നിർമ്മിത ബുദ്ധി നമ്മെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയാണ്. അതിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ അതിന്റെ വെല്ലുവിളികൾ നേരിടാൻ സമൂഹം ഒരുങ്ങുകയും ചെയ്യണം. മനുഷ്യൻ സൃഷ്ടിച്ച ഏറ്റവും വലിയ വെല്ലുവിളികളും അവസരങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സാങ്കേതിക വിപ്ലവം, അതാണ് നിർമ്മിത ബുദ്ധി. നന്ദി.